ഹലോ എക്സ്ക്യൂസ് മീ. എൻ്റെ അൾട്ടിമേറ്റ് പാഷനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാട്ടാ. എൻ്റെ കോലമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പാഷനാണ്. എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, ഗസ് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ പാഷൻ കൊണ്ടൊക്കെ ഞാൻ വരുള്ളൂ. ഉം. ഒരു സാമ്പിൾ കാണിച്ചു തരാം. സാമ്പിൾ കാണിച്ചു തരാം. കണ്ട 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 ആ അത് തന്നെ. ദോത് ഇതിൻ്റെ ഒറിജിനൽ സാധനം. ടോയ് അല്ല, ഇതിൻ്റെ ഒറിജിനൽ സാധനം. ഈ വീടല്ല, ഇതിൻ്റെ ഒറിജിനൽ സാധനം. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡോഗ് എന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ ഡോഗാണ്. ആദ്യം ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ഷിറ്റ്സു. ഷിറ്റ്സു പറയല്ല, അത്യാവശ്യം ഹെയർ ഒക്കെയുള്ള ചെറിയ സ്മോൾ സൈസ് ഡോഗാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഡോഗ് ഒരു 2 വയസ്സ് വരെ എൻ്റെ കൂടെ ഉണ്ടായുള്ളൂ. പെട്ടെന്ന് ഡെഡായിപ്പോയി. ഞാൻ 2020 ഫസ്റ്റ് ഡോഗിനെ എടുക്കുന്നത്. ഒരു ഡോഗിനെ മേടിച്ച കഥയൊന്നും പറയണ്ട. സ്ട്രഗ്ലിങ് ആയിരുന്നു. അതൊരു വലിയൊരു സ്റ്റോറിയാണ്, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം എന്നിട്ട് ഞാനൊരു ഡോഗിനെ മേടിച്ച് 2 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മെഡിസിൻ ഡോക്ടേഴ്സ് പറഞ്ഞ മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് ലിവർ ടോണിക്ക് തന്നില്ലായിരുന്നു. അങ്ങനെ മെഡിസിൻ മാത്രം കൊടുത്തിട്ട് ലിവർ അടിച്ചു പോയി. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഡോഗ് പോയത്. പിന്നെ അങ്ങ് കരച്ചിലായി, വിഷമമായി, ബ്ലഡ് കുറഞ്ഞു പോകലായി. അപ്പം വീട്ടുകാരൊക്കെ ഓർത്ത് ഇനി ഇതെങ്ങാനും ചത്തുപോകൂ, അതായത് ഞാൻ ചത്തുപോകും ഉറപ്പത്ത് അവർ പറഞ്ഞ് ഡോഗിന് സമ്മതിക്കാറൊന്നുമില്ല വീട്ടില്. ഒരു വിധത്തില് ഇങ്ങനെ സത്യം പറയാൻ വീട്ടിൽ സമ്മതിച്ചിട്ടല്ല ആദ്യത്തെ ഡോഗിനെ മേടിച്ചത്. ഒളിച്ചുണായ വേറൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് രണ്ടാമത്തെ ഒരു ഡോഗിനെ മേടിച്ച്. രണ്ടാമത്തെ ഡോഗിനെ മേടിക്കുന്നത് ഗോൾഡൻ റിട്രീവർ ആയിരുന്നു. രണ്ടാമത്തെ ഡോഗ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുമല്ലോ, ഭയങ്കര ക്യൂട്ടാണ്, നല്ല രസമാണ്, അങ്ങനെ കണ്ട് മേടിച്ചാണ്. ഞാനപ്പോൾ ഗോൾഡൻ റിട്രീവറിനെ കുറിച്ച് അപ്പോൾ വീട്ടുകാർക്ക് ഓൾറെഡി ഒരു ചെറിയൊരു ഡോഗിനെ കണ്ടവരൊന്ന് ശീലമായിട്ടുണ്ട്. പക്ഷേ ശീലമാണെന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇവിടെ കാലൊക്കെ വെച്ചിട്ട് പറഞ്ഞ് കാലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്ക് 2 വട്ടിനെ ഇവിടെ വാങ്ങിച്ച് വളർത്തടി, നിന്റെ കാല് വേന മാറും എന്ന് പറയും. അപ്പം ഞാൻ അറിയാടാ, കാല് വേനയും പട്ടിയും തമ്മിൽ എന്താണ് എന്തെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഇങ്ങനെ സ്ട്രഗിളൊക്കെ ചെയ്തു പോകുന്ന വഴിക്ക് രണ്ടാമത്തെ ഡോഗിനെ മേടിച്ചു. ഞാനപ്പോൾ ചുമ്മാ കയറി ഗൂഗിളിൽ നോക്കിയപ്പോഴേക്കും കൊച്ചിൻ ഗോൾഡൻ റിട്രീവേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ്. നമ്മൾ ഡോഗിൻ്റെ കെന്നലിൽ ഇങ്ങനെ സൈറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഡോഗിന് സൈറ്റ് എന്ന് പറഞ്ഞ് ഞാനതിൽ ഓപ്പൺ കയറി നോക്കി. ഇന്ത്യൻ ചാമ്പ്യൻ അങ്ങനെ കുറേ ഡോഗ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു. അപ്പോൾ ഒരു ഷിബിൻ എന്ന് പറഞ്ഞൊരു പുള്ളി എടുത്തു. പുള്ളിയോട് പറഞ്ഞ്, ചേട്ടാ എനിക്ക് ഡോഗിനെ കാണായിരുന്നു, എൻ്റെ രണ്ടാമത്തെ ഡോഗ് കേട്ടാ, ആദ്യത്തെ ഡോഗ് പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറെ സങ്കടമൊക്കെ പറഞ്ഞ്. ചേട്ടാ പറ്റുമെങ്കിൽ ശരി കുറച്ചൊക്കെ ഒന്ന് തരികയാണെങ്കിൽ ഒരു മുസ്ലിം ഫാമിലി അല്ലേ അപ്പം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞേ, എടോ താൻ വന്ന ഡോഗിനെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താൻ എടുത്തോ, റീസണബിൾ പ്രൈസാണ്, വലിയ റേറ്റ് ഒന്നും ഇല്ല, താൻ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താൻ എടുത്തോ. അപ്പം ഞാൻ പറയാം ഓക്കെ ശരി. പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ഇന്ത്യൻ ചാമ്പ്യൻ ബ്ലൂവിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് വന്നു. ബ്ലൂ എന്ന് പറയുന്ന ഒരു ഡോഗിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാരപ്പം അടുത്തേനെ കൊണ്ടുവന്നേക്കുന്ന എന്നുള്ള സെറ്റപ്പിൽ അവരും അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അവർക്ക് ഒരു ലോങ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ രണ്ടാമത്തെ ഡോഗിനെ വളർത്തി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു രണ്ടാമത്തെ ഡോഗ് കുറച്ച് വലുതായപ്പോഴേക്കും അവൻ്റെ കുഴയും കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാസൊക്കെ കൂടിപ്പോയി. അവൻ്റെ കുറെ ഗോൾഡൻ റിട്രീവർ ലാബിവരൊക്കെ വലിയ ഡോഗ്സിൻ്റെ കുറെ നമ്മൾ കാണുന്ന പോലെ ഷിറ്റ്സുവിൻ്റെ പോലെ ചെറുതായിരിക്കില്ലല്ലോ. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ പ്രശ്നമായി, വീട്ടുകാരായി, വഴിയൊന്നും ഇല്ല. അപ്പം ഞാൻ കുറേയൊക്കെ ഫൈറ്റ് ചെയ്തൊക്കെ നിന്ന്. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാർ വിളിച്ച് നിങ്ങളുടെ ഡോഗ് കുരക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എത്ര പട്ടി പിന്നെ കുരക്കാതെ പിന്നെ പാട്ട് പാടുമോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ വരെ ആയി. എന്നുവെച്ചാൽ പറയാൻ പാടില്ല, അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത്. അപ്പം ഞാനത് മനസ്സിലാക്കി. ഓക്കെ ശരി ഓക്കെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള, അതായത് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ മുസ്ലിംസിൻ്റെ ഇടയിലാണ്, നടുക്കാണ് ഞാൻ താമസിക്കുന്നത്. ഇത് എറണാകുളം ആയതുകൊണ്ട് മുക്കിന് വീടാ, തൊട്ടടുത്തടുത്ത് വീടാ. അപ്പം ഓക്കെ ഞാൻ 2-3 വട്ടമൊക്കെ ഇങ്ങനെ ഫൈറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ ഓർത്ത് ശരിയാട്ടോ അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു, ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ ഞാനാണെങ്കിൽ വലിയൊരു ഡോഗിനെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലെടുത്ത് മേടിക്കുകയും ചെയ്ത്. ഞാനപ്പോൾ തന്നെ ഈ ചേട്ടൻ ഷിബിൻ എന്ന് പറയുന്ന പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഡോഗിനെ
വീട്ടിൽ സീനാണ്. അപ്പം നൈസായിട്ട് പുള്ളീൻ്റെ അടുത്ത് ഇടക്കിടക്ക് ആ ഡോഗ് പോകാറുള്ളതുകൊണ്ട് ഡോഗിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. പുള്ളി എൻ്റെ ഡോഗ് ഇടക്കിടക്ക് പുള്ളിയുടെ വീട്ടിലൊക്കെ പോകാറുള്ള. അങ്ങനെ രണ്ടാമത് ആ ഡോഗിനെ കൊടുത്തു. അത് ഞാൻ ഓർത്തൊക്കെ കോമ്പാക്റ്റ് ആയിട്ട് ചെറിയൊരു ഡോഗിനെ മേടിക്കാം. അപ്പം രണ്ടാമത്തെ ഡോഗും പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇനിയിപ്പോൾ ഡോഗൊന്നും മേടിക്കാൻ പറഞ്ഞാലും ശരി, ബ്ലഡ് കുറഞ്ഞ് കൗണ്ടും കുറഞ്ഞ് ചത്തു വരെ ശരി സമ്മതിക്കരുന്നുള്ള മട്ടിൽ അവർക്ക് ഇരിക്കുക. മൂന്നാമത്തെ ഡോഗിനെ ഞാൻ പോയിട്ട് അതും ട്രിവാൻഡ്രത്തൊന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ആരോടും ഒന്നും പറയാതെ നൈസായിട്ട് പോയി അങ്ങെടുത്ത് അത് ഏത് രോഗം ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. അത് ഒരു ക്ലൂ തരാം, ജസ്റ്റ് ഒരു ക്ലൂ തരാം. ഗാർഡിങ് ഡോഗാണ്, ഹണ്ടിങ് ഡോഗാണ്. അപ്പം ഏത് ഡോഗിനെ കുറിച്ചൊക്കെ നല്ലതാണ് അറിയാവുന്നവർക്ക് ഈ ബ്രീഡായിരിക്കും എന്ന് പറഞ്ഞ് ഒരു മൈൻഡിലൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, കാണിച്ചു തരാം. എടുത്തപ്പോൾ ഒരു ഹെവി നല്ല നല്ല പെർഫോമൻസ് ഉള്ള നല്ല അടിപൊളി ഹെവി ബ്രീഡിനെ തന്നെ നോക്കി ഞാനെടുത്തു. കാണിച്ചു തരാം, വെയിറ്റ്. ഞാനിപ്പോൾ ഡോഗിൻ്റെ അടുത്ത് എത്തിട്ടോ. ഞാനിപ്പോൾ ഡോഗ് എൻ്റെ അടുത്ത് ഇപ്പം കണ്ടില്ലേ, ഞാൻ ഡോഗിനെ നോക്കുന്നത് തന്നെ ഇങ്ങനെയാണ് കണ്ടോ. അതായത് ഞാനൊരു 6-6.5 അടി പൊക്കം, ഒരു അത്രയല്ലേ, ഒരു 5-1 ഉണ്ട് കേട്ടോ ഞാൻ. അപ്പം എന്നിട്ട് പോലും ഞാൻ ഡോഗ് നോക്കുന്നത് ഇങ്ങനെയാണ്. ഗാർഡ് ഡോഗ്, ഹെവി മാൻ. കാണിച്ചു തരാം. സി കണ്ടോ, ഇതാണ്. ഏതാ ബ്രീഡെന്ന് പറയാൻ പറ്റുക? സാധാ ബ്രീഡാണെന്ന് ഒരിക്കലും പറയല്ലേ, നോർമൽ സ്ട്രീറ്റ് ഡോഗാണെന്ന് ഒരിക്കലും പറയല്ലേ. മീറ്റ് മിസ്റ്റർ ജാക്ക് സ്പാരോ, ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. കണ്ട നോക്കി, എന്താ പറയുക ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ എന്ന് പേരിടാൻ കാരണം? Jack Sparrow. Good boy. Jack Sparrow. കണ്ടില്ലേ, ഇവനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡോഗ്. ബ്രീഡ് എന്നാ മനസ്സിലായില്ലേ? ജാക്ക് റസൽ ടെറിയർ. ജാക്ക് റസൽ ടെറിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാനത് മേടിച്ചത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത് സജീവേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് ഈ ഒരു ഡോഗിനെ തന്നത്. പുള്ളി ഒരു ബ്രീഡർ അല്ല കേട്ടോ, പുള്ളി ഒരു ഹോം ബ്രീഡിങ്ങാണ് ചെയ്യുന്നത്. പുള്ളിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ ചാമ്പ്യൻസ് ഒക്കെ ഉണ്ട്. 2 ചാമ്പ്യന്മാരുണ്ട് ഇപ്പോൾ കയ്യിൽ. അപ്പം അവരുടെ രണ്ട് സൈഡും ചാമ്പ്യൻഷിപ്പ് ഉള്ളൊരു ഡോഗാണ്. അങ്ങനെയായിരുന്നു മേടിച്ച്. ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ കുറെ കാത്തിരുന്നു. അത് വേറൊരു സ്റ്റോറിയാണ്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, അൾട്ടിമേറ്റ് പാഷൻ എന്ന് പറയുന്ന സാധനം വേറെ പാടില്ലാത്തൊരു കാര്യം. അതെല്ലാവരും പറയുന്നൊരു കാര്യമാണ് അൾട്ടിമേറ്റ് പാഷനായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഏറെ ഉണ്ട്. രസമാണ്. വേറെ നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. ഇങ്ങനെ ചുമ്മാ കേട്ടോണ്ടാക്കിയിരിക്കുക. നാട്ടുകാരായി വീട്ടുകാരായിട്ടൊക്കെ ഇങ്ങനെ പറയും. നമുക്ക് ഭയങ്കര പോണിയായിരിക്കും. നമുക്ക് ഇപ്പം ഇതെൻ്റെ അൾട്ടിമേറ്റ് പാഷനാന്ന് പറയാം. അപ്പം ഞാൻ ചാകം കിടക്കുമ്പോൾ എൻ്റെ ഒരാഗ്രഹം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്ക് താല്പര്യമുണ്ട്, നമ്മളങ്ങനെ ചെയ്യുക. ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറുന്നേ കാര്യങ്ങളൊക്കെ നടത്താത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഇപ്പം എല്ലാം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ആർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, കേട്ടോളൂ. ഓക്കെ, താങ്ക് യു.